ഞാൻ എത്രയോ സിനിമകളിൽ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തും നമുക്ക് അടുത്തും ലാലിൻ്റെ അടുത്തും തിലഞ്ചേട്ടൻ്റെ അടുത്തും ഈ കൊടിയേറ്റം ഗോപി സാറിൻ്റെ അടുത്തും ജയതി ശ്രീകുമാറിൻ്റെ അടുത്തും ഒക്കെ ഇങ്ങനെ ഇവരെങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. നമ്മളിതിങ്ങനെ അഭിനയിച്ച് പല റോളുകൾ ചെയ്ത് പിന്നെ ഈ സിനിമയിൽ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ചുണ്ടമസ്ഥാന അഭിനയിക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ ഒരു മാതൃകയായിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് പറ്റില്ല. നമ്മളിങ്ങനെ വഴിയിൽ കാണുന്നവരെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവരെ അടുത്തൊരു പടത്തിൽ ഉപയോഗിക്കും, അങ്ങനെയൊന്നും പറ്റില്ല. നമ്മളപ്പോൾ എന്താ ചെയ്യണം, വേറെ ആളുകൾ ചെയ്ത വേറെ ക്യാരക്ടേഴ്സിനെ ഓർക്കും, എന്നിട്ട് അവർ ചെയ്ത പോലെ അവരിതൊന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ നമ്മളത് ഇമിറ്റേറ്റ് ചെയ്തെന്ന് വരും. നമ്മുടേതായ രീതിയിലാണ് നമ്മളെപ്പോഴും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് ചെയ്യണം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഓരോ ആക്ടേഴ്സിനെ നമ്മൾ അവരുടെ കൂടെ അഭിനയിച്ച് അവരുടെ കൂടെ നിന്ന്, ഇതിന് വേറൊരു മാർഗ്ഗമില്ല. നമ്മൾ ഒറ്റയ്ക്കൊരു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് ആളുകൾ പറയും കണ്ണാടിയിൽ നോക്കി അഭിനയിക്കണമെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിരാശരാകും, അത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ഇത്രേ പറ്റും. പിന്നെ കണ്ണാടിയിൽ കാണുന്ന പോലും നമ്മൾ തിരിഞ്ഞിട്ടാണ് കാണുന്നത്. നമ്മൾ നന്നാവാൻ, നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ടതാകാൻ, എന്ത് കൈൻഡ് ഓഫ് റോൾസും ചെയ്യാൻ പ്രാപ്തനാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അതിൻ്റെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുടെ കൂടെ അഭിനയിച്ച് ഇതിൻ്റെ ഒരു ചൂടേറ്റ് വളർന്നെങ്കിൽ മാത്രമാണ് നമ്മളും ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും അല്ലേ, അഭിനയത്തിന്റെ ചൂടേറ്റ് വളരുന്ന ഒരു അഭിനേതാവാണ്.